നമുക്ക് ചുറ്റും കാണുന്ന ഈ ചെടികളും മരങ്ങളുമെല്ലാം ഒരു ബാറ്ററി യൂണിറ്റായിട്ട് പ്രവർത്തിച്ച് എങ്ങനെ ഉണ്ടാവും അല്ലേ? അതായത് ഈ കാണുന്ന റോസാ ചെടി, അതെ, ഗാർഡൻ റോസയാണ്. ഈ കാണുന്ന ഗാർഡൻ റോസയിൽ സൂര്യപ്രകാശത്തു നിന്നും കറണ്ട് അവർ സ്റ്റോർ ചെയ്യുന്നു. രാത്രി കാലങ്ങളിലും മറ്റൊക്കെ ആയിട്ട് നമുക്കത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. അതെ, അത്തരം സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് സ്വീഡനിലെ സയൻറ്റിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത്. അവർ പ്രത്യേക തരത്തിലുള്ള എക്സ്പെരിമെൻറ്റിലൂടെ റോസാ ചെടിക്ക് ഇത്തരം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് എത്തുന്നതായിട്ട് അവർ കണ്ടു. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നമുക്കിതിൻ്റെ സാധ്യതകൾ വരാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദൂര പ്രദേശങ്ങളിൽ കാട്ടിനുള്ളിലെ ഓരോരോ സെൻസേഴ്സ്, നമ്മൾ കറണ്ടോ അല്ലെങ്കിൽ സോളാറിൻ്റെ ടെക്നോളജിയോ ഒന്നുമില്ലാതെ തന്നെ സെൻസേഴ്സ് സ്ഥാപിക്കാനും അതിലൂടെ ഡേറ്റാസ് കളക്ട് ചെയ്യാനും നമുക്ക് പറ്റും. ഓരോ കൃഷിയിടങ്ങളിൽ കൃഷിക്ക് വെള്ളം വേണോ വേണ്ടയോ, എന്താണ് ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒരു അനന്തമായ സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.